ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ. സോ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് സുഭാഷ് ചന്ദ്രൻ്റെ കുറച്ച് ബാലസാഹിത്യ കൃതികളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള പുസ്തകങ്ങളാണ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥ കൂടി ഷെയർ ചെയ്യാം. കഥയുടെ പേര് സ്നേഹത്തിൻ്റെ ചിറകുകൾ എന്നാണ്. ഇതിലെ കഥാപാത്രം അപ്പുക്കുട്ടനാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സ്വപ്നം എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ്. അപ്പോൾ അപ്പു ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി നിൽക്കുമ്പം അപ്പുവിനെക്കാട്ടും വലുപ്പമുള്ള കഴുകന്മാരൊക്കെ പറന്നു പോകുന്നത് കാണുമ്പോൾ അപ്പുവിന് ഭയങ്കര സങ്കടമാണ്. ദൈവം എനിക്കൊരു ചിറക് തന്നില്ലല്ലോ എന്നോർത്ത് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരു ദിവസം അവനൊരു കടൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ കടൽ തീരത്ത് അവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനെക്കാട്ടും ചെറുതായിട്ട് വളരെ ഒരു ചെറിയൊരു മിടുക്കി കുട്ടി അവിടെ ഇരുന്ന് വീടുണ്ടാക്കി കളിക്കുകയാണ്. അപ്പോൾ അപ്പു നോക്കുമ്പം അവൾ വരാന്തയൊക്കെ ഉണ്ടാക്കി നല്ല രസകരമായിട്ട് വീടുണ്ടാക്കുകയാണ്. അപ്പോൾ അപ്പു അവളുടെ കൂടെ പോയിരുന്ന് അവളെ ആ വീടുണ്ടാക്കാനൊക്കെ സഹായിക്കുകയാണ്. അപ്പോൾ അപ്പു അവളോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് പറക്കണമെന്ന് മോഹമുണ്ടോ എന്ന് അപ്പുക്കുട്ടൻ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ കണ്ണ് നിറഞ്ഞു. അവൾ പറയുന്നുണ്ട്, പറക്കണമെന്നില്ല, പക്ഷെ ഒന്ന് നടക്കാനും ഓടാനൊക്കെ സാധിച്ചെങ്കിൽ എന്നുള്ളത് ഒരു മോഹമാണ് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പുവിന് മനസ്സിലാവുന്ന അവളുടെ രണ്ട് കാലുകളും ശോഷിച്ചാണ് ഇരിക്കുന്നത്, അവൾക്ക് നടക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അപ്പുവിന് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ അപ്പു ആ കുട്ടിയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, മാമ, ഇവൾക്ക് നടക്കാനും ഓടാനുമുള്ള കഴിവുകൾ കൊടുക്കാൻ എന്നെ കൊണ്ട് ആകില്ല, പക്ഷെ മാമന്റെ മകൾക്ക് പറക്കാനുള്ള കഴിവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എൻ്റെ പുറത്ത് ഞാൻ ഇവളെ കുറച്ചു നേരം ഒന്ന് കയറ്റിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ അവൻ്റെ മുതുകത്ത് അവളെ ഇരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ കുട്ടിയുമായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അവള് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട് അവൾ പറക്കുക എന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി അപ്പുവിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ ഓർത്ത് ദൈവത്തെ പഴി പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരു വേള മനസ്സ് വെച്ചാൽ അതേ കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ പാവം മനുഷ്യർക്ക് തന്നെ കഴിഞ്ഞേക്കും എന്നാണ് അപ്പുവിന് ഇതോടുകൂടി മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഥകളുള്ള ഒരു പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതികൾ. ഒത്തിരി അധികം കഥകളുണ്ട്. ആകെ 2 പേജൊക്കെ വരുള്ളൂ. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾക്ക് മുതിർന്നവർക്കും വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ളവർക്ക്, എന്നാൽ വായിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള കുഞ്ഞു പുസ്തകത്തിലൂടെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു നമുക്കൊരു പ്രചോദനം കൂടിയാണ്. കുറച്ച് കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ ഒന്ന് ഗോലിയും വളപ്പൊട്ടും എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രൻ്റെ, പിന്നെ സ്നേഹത്തിൻ്റെ ചിറകുകൾ, പിന്നെ സ്വർണ്ണജാലകമുള്ള വീട്, പിന്നെ കണ്ണാടി മാളിക. അപ്പോൾ ഇത്രയും പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിലൊക്കെ ചെറിയ 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 കഥകളാണോ? ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇത്രമാത്രം കഥകൾ എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്ന്, ഇത്രമാത്രം കഥകൾ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും കഥകളാണ് ഓരോ പുസ്തകത്തിലും ഉള്ളത്. അപ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് വായിച്ചു കഴിയുന്ന കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ ബാലസാഹിത്യ കൃതികളാണ്. താങ്ക് യു.